അന്നേരം ഇന്ന് നമ്മുടെ പരിപാടി ചിക്കൻ്റെ ഹാർട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി ഒരു 1/2 കിലോ ചിക്കൻ്റെ ഹാർട്ടൊക്കെ മേടിച്ച് നല്ലപോലെ കഴുകി റെഡിയാക്കി കൊണ്ട് എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയെടുക്കാനൊക്കെ നല്ല പാടാണ്. ഇതെല്ലാം കട്ട് ചെയ്ത് ഇതിനകത്ത് ബ്ലഡെല്ലാം എടുത്ത് കളയണം. അതെല്ലാം റെഡിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് മഞ്ഞപ്പൊടി അങ്ങോട്ട് ചേർത്ത് ഇത് നല്ലപോലെ കൊണ്ട് വേവിച്ച് കൊണ്ടെടുക്കണം. വേവിച്ചെടുത്തിട്ട് വേണം നമുക്കിതങ്ങോട്ട് ഫ്രൈ അങ്ങോട്ടാക്കാൻ വേണ്ടി. ഇനി നമുക്ക് തീയൊക്കെ കൊണ്ട് കത്തിച്ച് കൊടുത്ത് ഇതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ കൊണ്ട് ചേർത്ത് ഒന്ന് ഇളക്കി നല്ലപോലെ കൊണ്ട് വേവിച്ച് കൊണ്ടെടുക്കാം. അല്പം മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ചുകൊണ്ട് വേവിക്കണം. വെള്ളമൊക്കെ ഇതിൽ തന്നെ ഇറങ്ങിക്കോളും. നല്ലൊരു ഇതങ്ങോട്ട് വേകട്ടെ. നമുക്കിത് അടച്ചങ്ങോട്ട് വെക്കാം. അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഇതങ്ങോട്ട് വേകട്ടെ. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അന്നേരം വെള്ളമൊക്കെ ഇതിലെല്ലാം ഇറങ്ങി എല്ലാം വെന്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെള്ളം ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്നതുകൊണ്ട് വേകണം. വീണ്ടും നമുക്ക് അടച്ചങ്ങോട്ട് വെക്കാം. വീണ്ടും നമുക്ക് തുറന്നുകൊണ്ട് നോക്കാം. തുറന്ന് നോക്കി ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. ഇളക്കി അങ്ങോട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് അടച്ചുകൊണ്ട് വെക്കണം. അടച്ചു വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. എന്നിട്ട് നമ്മുടെ ഹാർട്ടൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം സംഭവം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വേകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 10 ചുവന്നുള്ളി കട്ട് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, അത് നമ്മൾ ചേർത്ത് കൊടുക്കും. അവരെ ഉള്ളിയെല്ലാം ചേർത്ത് കൊടുത്ത് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി അവിടെ കൊടുത്തിട്ട് ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇനി നമുക്കിതിന് മെയിനായിട്ട് ഇതിനകത്ത് ചേർക്കുന്ന കുരുമുളക് പൊടിയാണ്. അല്ല വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. എനിക്ക് വേണ്ടിയാണ് പച്ചമുളകും ചേർത്തേക്കുന്നത്. പിന്നെ അത് എണ്ണയൊക്കെ അങ്ങോട്ട് ചേർത്ത് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് എണ്ണയൊക്കെ അങ്ങോട്ട് ചേർത്ത് നല്ലപോലെ ഫ്രൈ ആക്കി ഇരുന്ന് വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റി അങ്ങോട്ട്. എന്നിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെയൊക്കെ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റി എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ആ ഹാർട്ടിൽ ഉണ്ടായിരുന്ന നെയ്യൊക്കെ അങ്ങോട്ട് ഇറങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അധികം എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാട്ടയിലുള്ള ആ നെയ്യൊക്കെ ഇറങ്ങിയേക്കുന്നതുകൊണ്ട് എണ്ണ ആവശ്യത്തിനുണ്ട്. ഇനി ആ എണ്ണയ്ക്കകത്ത് കിടന്നിട്ട് തീയൊക്കെ അവിടെ കുറച്ച് വെച്ച് നല്ലപോലെ കിടന്നുകൊണ്ട് ഫ്രൈ ആകും. എന്നിട്ട് നമ്മുടെ ഹാർട്ടൊക്കെ നല്ലപോലെ നമ്മുടെ ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊണ്ട് മിക്സ് ചെയ്യണം. അത് കുരുമുളകെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പും ടേസ്റ്റും ഒക്കെ നോക്കാം. ഒരെണ്ണം കൂടെ എടുത്ത് നമ്മൾ കഴിച്ചു നോക്കാം. നല്ല എരിയും അതുപോലെ ഉപ്പെല്ലാം കറക്റ്റാണ്. ഒരു അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ ഹാർട്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലിനായിട്ട്. ഇനി നമുക്ക് തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഫ്രൈ ആയാൽ മതി. എല്ലാം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇങ്ങോട്ടിരിക്കട്ടെ. നമുക്ക് ചോറിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം. തന്നെയാണെങ്കിലും പറഞ്ഞ് കഴിക്കാൻ നല്ല അടിപൊളിയാണ്.